കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽ എന്നുള്ള പേപ്പറിൻ്റെ സിലബസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സിലബസിൽ ഞാൻ എന്തൊക്കെ വരുന്നു പറഞ്ഞെന്നുണ്ടായിരുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, പേഴ്സണലി എനിക്കൊന്ന് എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തേർഡ് മൊഡ്യൂൾ വെച്ചിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. ആദ്യം കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ നമ്പർ സിസ്റ്റം, സർക്യൂട്ട്സും, അതുപോലെ എങ്ങനെ കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതുക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക പിന്നീട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ എടുക്കുന്നത് തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂൾ പറഞ്ഞത് എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറിൽ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ തരാൻ പോകുന്നത്. അതായത് വാട്ട് ഈസ് കമ്പ്യൂട്ടർ, എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എ കമ്പ്യൂട്ടർ ഈസ് എ പ്രോഗ്രാമബിൾ ഡിവൈസ് ദാറ്റ് സ്റ്റോർസ്, റിട്രീവ്സ് ആൻഡ് പ്രോസസ്സിങ് ഡാറ്റ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ചെയ്ത ഒരു ഡിവൈസാണ്. അതെന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും, റിട്രീവ് ചെയ്യും, അതുപോലെ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എടുത്തു വെക്കും, റിട്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിലീസ് ചെയ്ത് കൊടുക്കും, പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡാറ്റിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇമേജ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. ആ ഇമേജ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും. അതാണ് പ്രോസസ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. റിട്രീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ ആർക്കെങ്കിലും എന്ത് ചെയ്യുക, പാസ് ചെയ്ത് കൊടുക്കുക, അതായത് ഔട്ട്പുട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ, മനസ്സിലായി. അപ്പോൾ ഇതാണ് എന്തൊരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പ്യൂട്ടർ ഈസ് എ പ്രോഗ്രാമബിൾ ഡിവൈസ് ദാറ്റ് സ്റ്റോർസ്, റിട്രീവ്സ് ആൻഡ് പ്രോസസ് ഡാറ്റ. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ടേം കമ്പ്യൂട്ടർ വാസ് ഒറിജിനലി ഗീവൻ ടു ഹ്യൂമൻസ്. അതായത് ഹ്യൂമൻ ഹു പെർഫോംഡ് ന്യൂമറിക്കൽ കാൽക്കുലേഷൻ യൂസിങ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ സച്ച് ആസ് അബാക്കസ് ആൻഡ് സ്ക്വയർ. കമ്പ്യൂട്ടർ എന്നുള്ള വേർഡ് ശരിക്കും ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നുള്ളത് കാണുന്നത്. കമ്പ്യൂട്ടർ എന്നുള്ള വേർഡ് ജനറലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പണ്ടത്തെ കാൽക്കുലേറ്റർ അബാക്കസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. പിന്നെ പറഞ്ഞത്, ദ ടേം വാസ് ലേറ്റർ ഗീവൻ ടു മെക്കാനിക്കൽ ഡിവൈസസ് ദാറ്റ് ബിഗാൻ റീപ്ലേസിംഗ് ദ ഹ്യൂമൻ കമ്പ്യൂട്ടേഴ്സ്. അതായത് ആദ്യം പറയുകയാണെങ്കിൽ ഹ്യൂമൻസ് എഴുതുന്നത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത്, അതായത് എല്ലാ പണികളും മനുഷ്യന്മാരുടെ ചെയ്യുന്നത്. പിന്നെ അബാക്കസ് എന്നുള്ളൊരു ഡിവൈസാണ്. അതൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ആണെന്ത് ഹ്യൂമണിന് പകരം അവിടെ കമ്പ്യൂട്ടറിനെ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം കമ്പ്യൂട്ടർ എന്ന് ഉദ്ദേശിച്ചത് ഹ്യൂമൻ അതായത് ആ കമ്പ്യൂട്ടറിന് പകരം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ രജിസ്റ്ററിൽ എഴുതുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സോഫ്റ്റ്വെയർ ബുക്കിൽ എഴുതും, അവിടെ ഹ്യൂമനാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതേ രജിസ്റ്റർ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ആ ഹ്യൂമണിന് പകരം കമ്പ്യൂട്ടറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത് കമ്പ്യൂട്ടർ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നുള്ള ലെവൽ അതിൽ നിന്ന് വന്ന വേർഡാണ് കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക്. ജസ്റ്റ് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. The term was later given to mechanical devices that began replacing the human computers. ആ വേർഡ് വന്ന് അത് മനുഷ്യന്മാരെ മാറ്റിയിട്ട് കമ്പ്യൂട്ടറിനെ സ്ഥാപിക്കുമ്പോഴാണ് ഒരു ഡിവൈസിനെ സ്ഥാപിച്ചപ്പോഴാണ് കമ്പ്യൂട്ടർ എന്നുള്ള പേര് വന്നത്. ലാസ്റ്റ് പോയിന്റ്, ടുഡേസ് കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് അക്സെപ്റ്റ് ഡാറ്റ, process the data, produce output and store result. അതായത് ഇന്നത്തെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ട്. അതായത് ഡാറ്റ ഇൻപുട്ട് ആയിട്ടെടുത്തിട്ട് ആ ഡാറ്റനെ പ്രോസസ്സ് ചെയ്തത് എന്ത് ഫങ്ഷനാണോ നമ്മൾ ചെയ്യാൻ വേണ്ടി ഡാറ്റ സ്വീകരിച്ച് അത് ചെയ്തിട്ട് ആ ഡാറ്റനെ എന്ത് ചെയ്യും, ഔട്ട്പുട്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ആ ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും. മനസ്സിലായോ? ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്ന വർക്ക് ഇതാണ്. ഒരു ഡാറ്റ ഇൻപുട്ടായിട്ട് എടുക്കും. ആ ഡാറ്റ എന്തിനു വേണ്ടിയിട്ടാണോ ഇൻപുട്ടായിട്ട് എടുത്തത്, ചൂലെടുക്കുകയാണ് എക്സാമ്പിൾ മാത്രമാണ്. ചൂലെടുക്കുകയാണെങ്കിൽ അടിച്ചു വാരാൻ വേണ്ടി മാത്രമായിരിക്കും ചൂലെടുക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഡാറ്റ എടുത്തിട്ട് അത് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് അത് തിരിച്ച് അതിൻ്റെ എന്താണോ റിസൾട്ട് കൊടുക്കേണ്ടത് ആ റിസൾട്ട് എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോൾ ഇത്രയും. പിന്നെ സ്റ്റോർ എന്നാൽ സ്റ്റോറേജിൽ സേവ് ചെയ്ത് വെക്കുന്നതാണ് പറഞ്ഞത്. നാല് മെയിൻ പാർട്ടുള്ളത്. ഒന്ന് ഇൻപുട്ട്, രണ്ടാമത് പ്രോസസ്സ്, മൂന്നാമത് ഔട്ട്പുട്ട്, നാലാമത് സ്റ്റോറേജ് കിട്ടുക. അപ്പോൾ ഇത്രയാണ് കമ്പ്യൂട്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ തരാനുള്ളത്.
നെക്സ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഇമേജാണ് ഈ കാലത്ത് നിലനിൽക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ഉണ്ടാവും, ഒരു സി പി യു ഉണ്ടാവും, സ്പീക്കർ ഉണ്ടാവും, പിന്നെ കീബോർഡ് ഉണ്ടാവും. ഇതിൽ കീബോർഡും മൗസൊക്കെ ഇൻപുട്ട് ഡിവൈസും, സ്പീക്കറും മോണിറ്ററും ഔട്ട്പുട്ട് ഡിവൈസും, മറ്റേ കമ്പ്യൂട്ടർ സിസ്റ്റം യൂണിറ്റ് എന്താണ് CPU ആണ്. ആ CPU ആണ് മെയിൻ ഫങ്ഷൻ. അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ജസ്റ്റ് ഒന്നുകൂടി, വാട്ട് ഈസ് കമ്പ്യൂട്ടർ, എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. കമ്പ്യൂട്ടർ ഇതാണ് ശരിക്കുള്ള ഡെഫിനിഷൻ കേട്ടോ. കമ്പ്യൂട്ടർ എന്തെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. കമ്പ്യൂട്ടർ ഈസ് ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ഡിസൈൻ ടു വർക്ക് വിത്ത് ഇൻഫോർമേഷൻ. പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കമ്പ്യൂട്ടർ ഇസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു വർക്ക് വിത്ത് ഇൻഫോർമേഷൻ. നമ്മളെന്തെങ്കിലും ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. അതായത് ഇൻഫോർമേഷൻ ഇൻപുട്ടായിട്ട് എടുക്കും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ടായിട്ട് എടുക്കും, പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ഔട്ട്പുട്ടായിട്ട് കൊടുക്കും. എന്നിട്ട് യൂസറിന് സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, അത് സ്റ്റോറേജിൽ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ്, ടേം കമ്പ്യൂട്ടർ ഇസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ ടേം. അതായത് കമ്പ്യൂട്ടർ എന്നുള്ള വാക്ക് ലാറ്റിനായ കമ്പ്യൂട്ടറി എന്നുള്ള വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്നുള്ളത് ഡിറൈവ്ഡ് ആയിട്ടുള്ളത്. അതായത് ലാറ്റിനിൽ കമ്പ്യൂട്ടറി എന്നുള്ള ഒരു വാക്കുണ്ട്. ആ വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ വന്നിട്ടുള്ളത്. മനസ്സിലായോ? കമ്പ്യൂട്ടറിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ്, കൂട്ടാൻ, അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ മെഷീൻ. അതായത് എന്തെങ്കിലും ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെഷീൻ, അതിനാണ് കമ്പ്യൂട്ടറേന്ന് ലാറ്റിനിൽ വിളിക്കുന്നത്. ആ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്നുള്ള വേർഡ് ഒറിജിനൽ. പ്രോഗ്രാമബിൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ കാലത്തിട്ടാണ്. അതായത് ചിലപ്പോൾ വാഷിംഗ് മെഷീനിൽ ഫുള്ള് എന്താണ്, ഡ്രസ്സ് അലക്കാനും തിരുമ്പാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ആ മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം എന്താണ്, അത് മാത്രം ചെയ്യാനുള്ളൂ അല്ലേ. ഇല്ലാതെ നമുക്ക് വാഷിംഗ് മെഷീനിൽ നെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് പ്രോഗ്രാമബിൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രോഗ്രാം അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രോഗ്രാമബിൾ മെഷീൻ. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമബിൾ മെഷീനാണ്. എന്ത് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്ത് തീർക്കാനുള്ള മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെ, കമ്പ്യൂട്ടർ കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് പ്രോഗ്രാം. ഒരു പ്രോഗ്രാം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ, നിങ്ങൾ സിസ്റ്റം ഇപ്പോൾ പവർ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അതിൽ വിൻഡോസ് ലോഡായി വരും അല്ലേ. അപ്പോൾ ആ വിൻഡോസ് എന്നുള്ളൊരു പ്രോഗ്രാമാണ്. അത് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷനിലേക്ക് എത്താനുള്ള ഒരു പ്രോഗ്രാമാണ് OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തുള്ളൂ, അത് വർക്കുള്ളൂ. അല്ലാണ്ട് ഈ OS ചെയ്യാണ് വെറുതെ കമ്പ്യൂട്ടർ ഓണാക്കി കഴിഞ്ഞാൽ എന്തില്ല, ഒന്നും വർക്ക് ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ കാൽക്കുലേറ്റർ ഉണ്ട് വിചാരിക്കുക. ആ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, അത് കുറേ കോഡ് എഴുതിയിട്ടായിരിക്കും ആ ഒരു കാൽക്കുലേറ്ററിൽ വന്ന് നിൽക്കുന്നത്. അത് ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. കമ്പ്യൂട്ടർ കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് പ്രോഗ്രാം. ഒരു പ്രോഗ്രാം ഇല്ലാതെ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കോഡ് എഴുതിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതിയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുള്ളൂ, വർക്കുള്ളൂ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS. നിങ്ങൾ കേട്ടിട്ടാവും വിൻഡോസ്, ഉബുണ്ടു. ഈ വിൻഡോസും ഉബുണ്ടും നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാണ്ട്, അതായത് ഉബുണ്ടും വിൻഡോസും എന്നുള്ള പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അതാണ്. അപ്പോൾ എല്ലാ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, പ്രോഗ്രാം വേണം. ഇപ്പോൾ എക്സാമ്പിളാണ് പറഞ്ഞത് വിൻഡോസും ഉബുണ്ടും. ഇപ്പോൾ വെറുതെ ഒരു കമ്പ്യൂട്ടർ മേടിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് വർക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അതാണ് OS.
അപ്പോൾ എക്സാമ്പിൾ ഇതാണ് എന്ത്, വിൻഡോസും ഉബുണ്ടും. അതായത് ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇല്ലാതെ എന്ത് ചെയ്യില്ല, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. ഇപ്പോൾ കാൽക്കുലേറ്റർ ആണെങ്കിലും പറയും, ഇപ്പോൾ 1+1=2 എന്ന് കൊടുത്ത് 1 എടുത്ത് പ്ലസ് എന്നുള്ളത് എന്ത് ചെയ്യും, അവിടെ നമ്മൾ ഒരു ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, എന്തെന്ന് ഇത് രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് എന്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അതാണ് ഇത്രയും പോയത്. സോറി. പിന്നെ പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ദ ഡെസിമൽ നമ്പർ ത്രൂ ആസ് സ്ട്രിങ് ഓഫ് ബൈനറി ഡിജിറ്റ്സ്. ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ സിലബസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടറിന് ഒരു ഭാഷ മാത്രമേ അറിയുള്ളൂ, ബൈനറി, അതായത് 0s and 1s. എന്ത് എഴുതി കഴിഞ്ഞാലും കമ്പ്യൂട്ടർ അത് 0 ആയിട്ട് റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് പറഞ്ഞത്. ഡെസിമൽ നമ്പേഴ്സൊക്കെ എന്ത് ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ 1 എന്നുള്ള ചിലപ്പോൾ എന്തായിരിക്കും ഡെസിമലിൽ ഇതായിരിക്കും, പക്ഷേ ബൈനറിയിൽ ചിലപ്പോൾ 2 ഡിജിറ്റ് ഉണ്ടാവും. അപ്പോൾ സ്ട്രിങ് ഓഫ് ബൈനറി ഡിജിറ്റ്സ്, അതായത് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിന് ഉള്ളതിൽ പറഞ്ഞ പേരാണ് സ്ട്രിങ് എന്ന്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ സ്ട്രിങ് ഓഫ് ബൈനറി ഡിജിറ്റ്സിലേക്ക് മാറ്റും. അതായത് ആ സ്ട്രിങ്ങിൽ എന്തുണ്ടാവുള്ളൂ, 0ഉം 1ഉം മാത്രം ഉണ്ടാവുള്ളൂ. The word computer usually refers to the central process unit plus internal memory. കമ്പ്യൂട്ടർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ് എന്ത്, CPU അതുപോലെ ഇൻറ്റേർണൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസും. പക്ഷേ അപ്പോൾ ഇത്രയാണ് ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ബേസ്. ഇനി ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ. എന്താണ് കമ്പ്യൂട്ടറിന് ഹിസ്റ്ററി എന്നുള്ളത്? ചാൾസ് ബാബേജ് ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ. ചാൾസ് ബാബേജ് എന്നുള്ള ആളാണ് എന്ത് ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഡിസൈൻ ബൈ ചാൾസ് ബാബേജ് ആൻഡ് വാസ് കോൾഡ് അനലിറ്റിക്കൽ എഞ്ചിൻ. ആദ്യത്തെ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തത് ഡിസൈൻ ഇംപ്ലിമെൻറ്റും ചെയ്തത് ചാൾസ് ബാബേജ് ആണ്. ആ മെഷീൻ്റെ പേര് എന്ത് ചെയ്യുന്നു, അനലിറ്റിക്കൽ എഞ്ചിൻ ചെയ്തു. നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു ഡെവലപ്പറോ BCA-ക്കാർക്കൊന്നുള്ള ലെവൽ പറഞ്ഞതാണ്. അതായത് നമ്മൾ അത് ഒരു എഞ്ചിനായിട്ട് നമുക്ക് കാണും, അല്ലെങ്കിൽ മെഷീനായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ നമ്മൾ കാണാൻ പാടുള്ളൂ. അതായത് ഒരു മെഷീനാണ്, ഈ മെഷീൻ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ മെഷീൻ ആ ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, തിരിച്ചു തരും. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, അനലിറ്റിക്കൽ എഞ്ചിനാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത് ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ബാബേജ് ആണ് എന്ത് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. മനസ്സിലായില്ലേ? ഇറ്റ് യൂസ് റീഡ് ഓൺലി മെമ്മറി ഇൻ ഫോം ഓഫ് പഞ്ച് കാർഡ്. അതായത് റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യം, ഇപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഡാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതെന്ത് ചെയ്യും, അത് മാത്രം എന്ത് ചെയ്യുള്ളൂ എടുക്കുള്ളൂ, പുറത്തു നിന്നുള്ള വേറെ ഒന്നും എടുക്കില്ല. ഇപ്പോൾ മൗസ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഫോൾഡർ വെച്ച് ഓപ്പൺ ചെയ്യാൻ ടച്ച് സ്ക്രീനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പണായി വരുന്നുണ്ട് അല്ലേ. അതെന്താണ്, നമ്മളെ ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഇതങ്ങനെ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സെറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ചാൾസ് ബാബേജ് ഉണ്ടാക്കി അനലിറ്റിക്കൽ എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ കാൽക്കുലേറ്റർ ആണെങ്കിൽ കാൽക്കുലേറ്ററിനെ കുറച്ച് കാര്യങ്ങളാണ് ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് സേവ് ചെയ്ത് വെച്ച് എന്ത് ചെയ്യുക, റിട്രീവ് ചെയ്യുക. റീഡ് ഓൺലി ഓവർ കൺഫ്യൂഷൻ വേണ്ട. റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടറിനകത്ത് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ വർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ കമ്പ്യൂട്ടർ ചെയ്യുള്ളൂ. അപ്പോൾ ചാൾസ് ബാബേജ് ഉണ്ടാക്കിയ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീഡ് ഓൺലി മെമ്മറി കമ്പ്യൂട്ടർ ആയിരുന്നു ഫസ്റ്റത്തെ ചാൾസ് ബാബേജ് ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ. അതിൻ്റെ പേരാണ് അനലിറ്റിക്കൽ എഞ്ചിൻ. അത് കമ്പ്യൂട്ടർ ഈസ് ആൻ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് ഇതാണ് കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ടേക്സ് റോ ഡാറ്റ. അതായത് ജസ്റ്റ് നോക്കി നോക്കുക, എന്താണ് കമ്പ്യൂട്ടറിനെ പണിച്ച റോ ഡാറ്റ, അതായത് എന്താണോ യൂസർ നൽകുന്ന ഡാറ്റ, ആ ഡാറ്റനെ എടുത്തിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട്
ഇപ്പോൾ കൂട്ടാനാണെങ്കിൽ അരിത്തമെറ്റിക്കും അങ്ങനെ കുറേ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് നോക്കാം. കമ്പ്യൂട്ടർ എന്ന് കഴിഞ്ഞാൽ അഡ്വാൻസ് ഇലക്ട്രോണിക് ഡിവൈസാണ്. എന്താണ്, ഡാറ്റ എടുത്തിട്ട് എന്ത് ചെയ്യും, ആ ഡാറ്റ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് എന്ത് ചെയ്യും, റിസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, യൂസറിന് കൊടുക്കും. ആ കൊടുക്കുന്നതിൻ്റെ കൂടെ ആ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവും ചെയ്ത് വെക്കാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ഇത്രയാണ് എന്ത് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റായി. അധികം ബോറടിപ്പിക്കില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറയാണ്ട്, ഇതാണ്ട ഈ പിക്ചറിൽ കാണുന്ന ഇതാണ് എന്ത്, ചാൾസ് ബാബേജ് അന്നുണ്ടാക്കിയ അനലിറ്റിക്കൽ എഞ്ചിൻ എന്നുള്ള കമ്പ്യൂട്ടർ. ഇതിൻ്റെ ഇമേജാണത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കമ്പ്യൂട്ടർ. ഇപ്പോൾ നമ്മളിരിക്കുന്ന കമ്പ്യൂട്ടറും ഇതും തമ്മിൽ എന്തൊരു വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ മാത്രമേ ഈ മെഷീൻ ചെയ്യുള്ളൂ. മനസ്സിലായി? പഞ്ച് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു കീ അടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടൈപ്പ് റൈറ്റർ കണ്ടില്ലേ, ടൈപ്പ് റൈറ്റർ അതിൽ അടിച്ച് കഴിഞ്ഞാൽ വരും അല്ലേ. അതുപോലെ പഞ്ച് കാർഡ്സ് ആക്കിയിട്ടാണ് വെച്ചുള്ളൂ. ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ അഡീഷൻ ചെയ്യാനാണെങ്കിൽ പ്ലസ് എന്നുള്ള പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൂട്ടും. അപ്പോൾ ആ കാര്യം മെമ്മറിയിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്തൊരു അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ജസ്റ്റ് കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, പേഴ്സണലി എനിക്ക് വിളിക്കുക, വാട്സപ്പ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ PDF-ഉം ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കുക. ക്ലാസ് മനസ്സിലാവണില്ലെങ്കിൽ ആദ്യം അത് എന്നോട് പറയാം, മനസ്സിലാവില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശരി. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, വേറെ ഒന്നുമില്ല. വലിയ ഹെവി കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ പേപ്പറിൽ ഇപ്പോൾ പഠിക്കാനില്ല. ഒക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കും. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.